നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കമ്പനി നിനക്ക് ശമ്പളം തന്നതേ വെറുതെ ഇരിക്കാനല്ല. എന്നെ എതിർത്ത് എല്ലാവർക്കും ബോണസ് വാങ്ങിക്കൊടുത്തപ്പോ നീ വലിയ ആളായി നിനക്ക് തോന്നണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല സർ. ഞാൻ ഗോഡൌണിലേക്ക് തുണിയെടുക്കാൻ പോവാ. പൊക്കോ. മുക്ത മാഡം പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാം. നാളെ നിനക്കുള്ള പണി ഞാൻ തരും. പൊക്കോ. എന്താ ചേട്ടാ? നിനക്കൊരു പാഴ്സലുണ്ട്. ജയന്തി ചേച്ചി നോക്ക്, പാറുണ്ട് പാഴ്സൽ വന്നിട്ടുണ്ടല്ലോ. അവളിപ്പോ ഗന്ധർവനെ പറ്റി പറഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പാഴ്സൽ വന്നല്ലോ. എന്തോ പന്തികേടുണ്ട്. ജോലി ചെയ്യേണ്ട സമയത്ത് ഇവൾ എന്താ ചെയ്യുന്നത്? ഇവള് 4 ചീത്ത വിളിച്ച കരുണാകരൻ സാറിന്റെ മുമ്പിൽ ആളാവാൻ പറ്റും. ബോണസ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാത്ത എന്റെ വിഷമവും മാറും. നീ എങ്ങോട്ടാ? പാറു ജോലി ചെയ്ത പാഴ്സല് നോക്കി നിൽക്കുക. പോയി 2 ചീത്ത കൊടുക്കാം. അതൊക്കെ ശ്രദ്ധിക്കാനേ ഞാനിവിടെ ഉണ്ട്. നീ വലിയ സൂപ്പർവൈസർ കളിക്കില്ലേ? പോയി തന്നെ ജോലി. രാവിലെ ഗന്ധർവനെ കുറിച്ച് ഓട്ടോ ചേട്ടനോട് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഗന്ധർവന്റെ പാഴ്സൽ വന്നല്ലോ. അതും ഇത്രയും നാളുകൾക്ക് ശേഷം. ഇപ്പൊ ഇത് അയക്കാൻ എന്തായിരിക്കും കാരണം? മുക്ത, അവൾ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്ന? ഗന്ധർവന്റെ ലക്ഷ്യങ്ങളെ പറ്റി അവൾക്ക് ഇനിയും മനസ്സിലായില്ലേ? ഞാൻ പോയി ചോദിക്കട്ടെ? നോ കൈലാഷ്, പാർവതി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. ഇവിടെ വെച്ച് തുറക്കണ്ട, മാറി നിന്ന് തുറന്നു നോക്കാം. പാർവതി ഇപ്പൊ എങ്ങോട്ടാ പോകുന്ന? കൈലാഷ് വാ, നമുക്ക് പോയി നോക്കാം. ആ പാഴ്സലുമായിട്ട് അവൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. രഹസ്യമായിട്ട് തുറക്കാൻ മാത്രം അതിലെന്തായിരിക്കും ജയന്തി ചേച്ചി? എന്തെങ്കിലും പുതിയ പ്രശ്നമായിരിക്കും. ഇതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞാൽ അവള് കേൾക്കില്ലല്ലോ. അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, നീ നിന്റെ ജോലി ചെയ്യ്.